ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക അങ്ങനെ അവസാനത്തെ 2020 മത്സരം വിജയിച്ച് ഇന്ത്യ പരമ്പര നേടിയിട്ടുണ്ട്. പക്ഷെ അതല്ല പറയാനുള്ളത്, നമ്മുടെ ഇന്നലത്തെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ്. സഞ്ജു സാംസൺ വീണ്ടും ഒരു കിടിലൻ സെഞ്ചുറിയുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. 2 ഡെക്കിന് ശേഷം വീണ്ടും സെഞ്ചുറി. അതായത് 5 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറി 2 ഡെക്ക് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പൊ സഞ്ജുവിന്റെ പ്രകടനം നിൽക്കുന്നത്. അതുപോലെ തന്നെ തിലക് വർമ്മ കിഡിലൻ ഇന്നിങ്സ്, അതായത് സഞ്ജുവിനെക്കാട്ടിലും അടിപൊളി ഇന്നിങ്സ് ഇന്നലെ കളിച്ച ചേർത്തത്തില് തിലക് വർമ്മയാണ്. സ്ട്രൈക്ക് റേറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ ഓരോ ഷോട്ടും നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത്. കിഡിലൻ കളി. സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവ് എനിക്ക് പറയാനുള്ളത്, സഞ്ജുവിന് തിരിച്ചുവരവ് കഴിഞ്ഞ ആദ്യം ടോട്ടൽ പറയുകയാണെങ്കിൽ 4 സെഞ്ചുറി അടിച്ചല്ലോ. ആദ്യത്തെ ഓഡിയോ സെഞ്ചുറി, 20 ഇപ്പോ ഈ സീസണിൽ 3 സെഞ്ചുറി, ഈ സീരീസിൽ 2 പിന്നെ ബംഗ്ലാദേശ് 2 ഓക്കെ, അങ്ങനെ സെഞ്ചുറി അടിച്ച്. ഇനി ഇവിടത്തെ സംഭവിച്ചാൽ കഴിഞ്ഞ 2 പോയി. സഞ്ജുന്റെ അച്ഛൻ വരികയും കുറെ ഡയലോഗ് അടിക്കുകയും പുള്ളിക്കാരൻ കർമ്മ എന്ന രീതിയിൽ കുറെ ആൾക്കാർ അയാൾ തെറി വിളിച്ച് നമ്മളാണെങ്കിൽ വീഡിയോ ചെയ്തപ്പോ 2 ഡെക്ക് വന്നിട്ട് നമ്മൾ ഇതാണ് സഞ്ജുവിനെ പറ്റാത്ത രീതിയിൽ നമ്മൾ സംസാരിച്ചു. അത് സഞ്ജുവിനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കാരണം വിക്കറ്റ് വീണ്ടും പോണ്, സ്ഥിരതല്ല. മറുപടി തന്നത് 20, 30 അല്ലെങ്കിൽ 40 മാർക്ക് രണ്ടെടുത്തേണ്ടല്ല, സെഞ്ചുറി അടിച്ചിട്ട് 56 കൊടുക്കോ, 56 കൊടുക്കും, 109 നോട്ട് ഔട്ട്. എന്താ ഇറങ്ങി 20 ഓവറും ബാറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ അതെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. 47 കൊടുക്ക് 120 റൺ നോട്ട് ഔട്ട്. പിന്നെ നല്ല 2 തവണ 210 സംതിങ് പാർട്ണർഷിപ്പ് 1 ഡൗൺ വിക്കറ്റില് അത്രയും വലിയ പാർട്ണർഷിപ്പ്. റൺസും ഭയങ്കര പിന്നെ 280 അല്ലേ, 280 സംതിങ് റൺസ്. എല്ലാം കൊണ്ട് ഒരു ബെറ്റർ T20 ടീമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. പല ആളും പറയുന്നത് വേൾഡ് കപ്പ് ജയിച്ച ടീമിനെക്കാട്ടിലും ബെറ്റർ ടീം എന്ന രീതിയിലാണ്. ഇതിലൊരു ബുംറയും കൂടി വന്നു കഴിഞ്ഞാൽ ബോളിംഗ് ഒന്നുകൂടി സെറ്റ് ആവും. അല്ല, ഇതിലിപ്പോ കോഹ്ലി അല്ല അതേപോലെ വലിയ വലിയ താരങ്ങളില്ല, ബുംറ ഇല്ല. അത് വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്തരത്തിലുള്ള കുറച്ച് ചെറിയ ആളുകൾ വെച്ചാണ് ജയിച്ചിട്ടുള്ളത്. നല്ല ആളുകൾ പോയി ആളാരെ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ കുറച്ച് എക്സ്പീരിയൻസ്, സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട്. പിന്നെ തിലക് വർമ്മ ഒരു കാര്യമുണ്ട്, സെഞ്ചുറി അടിച്ച സമയത്ത് ഫ്ലൈസ് കൊടുക്കണ്ടല്ലോ അവർക്ക്. സൂര്യകുമാർ പറയണ്ടല്ലേ, അവിടെ പറയുകയും ചെയ്തു, ക്യാപ്റ്റന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ സഞ്ജു അടിച്ചപ്പോ ഇങ്ങനെ കാണിച്ചെടുത്തു. സഞ്ജുവിന് ട്രേഡ് മാർക്ക് എപ്പോഴും കാണിക്കലുണ്ടല്ലോ. അത് സൂര്യകുമാർ യാദവ് കാണിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്യാന്ന് കാണിച്ചു കൊടുക്കുന്നത്. സൂര്യകുമാറോ? ശ്രദ്ധിച്ചില്ല. ടീമിന്റെ ഈ ഒരു പ്ലെയർ ഡൗൺ ആകുമ്പോൾ ഈ ടീം മാനേജ്മെന്റ് ആണെങ്കിലും സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും ബാക്കി പ്ലേയേഴ്സ് ആണെങ്കിലും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2 ഡെക്ക് കിട്ടിയിട്ട് വീണ്ടും ടീമിൽ ഉൾപ്പെടുത്തുകയും ഒരു അവസരം വീണ്ടും വീണ്ടും കൊടുക്കുകയും ആ പ്രചോദനം കൊടുക്കുമ്പോഴാണ് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ റൺ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ രീതിയിലുള്ള പരിഗണന നമ്മള് ആരാധകരുടെ തിലക് വർമ്മന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 2ാമത്തെ സെഞ്ചുറിയാണ്. അപ്പം ഇന്ത്യയുടെ ഒരു T20 ടീം എന്ന് പറയുന്നത് ഇപ്പം ലോകത്തിൽ തന്നെ നമ്പർ 1 ടീമായിട്ട് നിൽക്കണം. പക്ഷെ അതേസമയം ടെസ്റ്റ് ടീമിലാണ് പ്രശ്നം. ടെസ്റ്റ് ആണ് പ്രശ്നം. ഇനിയിപ്പോ ഓസ്ട്രേലിയനായിട്ട് ബോർഡർ ഗവാസ്കർ വരുന്നുണ്ട്. അതിനിപ്പോ എന്താവുന്നുള്ളത് ഇതുപോലുള്ള പ്ലേയേഴ്സിനെ ഇറക്കി കളിച്ചാൽ മതി. ഇപ്പൊ സഞ്ജുവിനൊക്കെ ടെസ്റ്റ് കളിക്കണമെന്നെല്ലാം പറയണത്, നല്ല പ്ലേയേഴ്സിനെ ആരൊക്കെ അവർക്ക് അവസരം കൊടുത്ത് നല്ല 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 രീതിയിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്താൽ ടീം ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവന്ന് നല്ല കളി കാണാൻ പറ്റും. എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യക്ക് പ്ലേയേഴ്സിനെ കമ്പനി സൂപ്പർ. ടെസ്റ്റിന് എന്താ വെച്ചാലേ പണ്ടത്തെ പോലെ ദ്രാവിഡനെ പോലെയൊക്കെ നിന്ന് കളിക്കാൻ പറ്റിയ താരങ്ങളില്ല. പൂജാര അടിപൊളി, പൂജാരൊക്കെ പറ്റായി. ഇനിയിപ്പോ തിരിച്ചുവരവ് നടക്കുമെന്ന് അറിയില്ല. പൂജാര അടിപൊളി, രഹാന അടിപൊളിയായിരുന്നു. രഹാനൊക്കെ വീണ്ടും ഓപ്ഷൻ കൊടുക്കാട്ടോ. ആളുകളെ കൊണ്ടുവരണം, നിന്ന് കളിക്കാൻ പറ്റിയ മതിലുകളാവാൻ പറ്റിയ ആളുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് കൂടുതൽ നല്ല അടിക്കാൻ പറ്റുന്ന ആളും വേണം. ഇന്ത്യന്റെ ഒരു പ്രത്യേകതയായിരുന്നു സ്കോർ ഉണ്ടാക്കാൻ അവിടെ സെവാഗുണ്ടായിരുന്നു. നിന്ന് കളിക്കാൻ കുറെ ആളുകൾ കയറുണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കണം. നല്ലൊരു അടിച്ചപ്പൊളി കളിക്കാരനെ. ഋഷഭ് പന്ത് അങ്ങനെ സാധാരണ കളിച്ചു കഴിഞ്ഞാല് അധികം ബോൾ ഫേസ് ചെയ്യാൻ സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കൂട്ടിയിട്ടാണ് പൊതുവെ ഋഷഭ് പന്ത് ടെസ്റ്റ് കളിക്കാം. ടെസ്റ്റിലാണ് അടിപൊളിയാണ്. അപ്പൊ എന്താണെങ്കിലും സഞ്ജുവിന്റെ ഇനിയിപ്പോ അടുത്ത 2020 സീരീസ് 2025 വരുന്നുള്ളൂ, 24 ഇല്ല. പക്ഷെ ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തുമോ
ODI ഫോർമാറ്റ് ആണ്. ടീമിൽ സാധനം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോ ഒന്ന് പരിഗണിച്ചേക്കാം. പരിഗണിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല, കിട്ടുന്ന കളിക്ക് നല്ല കളി കളിക്കണം. എന്നാ പിന്നെ അങ്ങോട്ട് ഈ ഒരു ഫോം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ സെഞ്ചുറി അടിക്കാനൊന്നുമില്ല. 50, 40, 35, 40 റേറ്റിൽ എന്താ മതി. 35 ഒരു 150 പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ ഒരു 30-30 റൺസ് എടുത്താൽ മതി. ഓപ്പണറാണല്ലോ. പിന്നെ ഇടയ്ക്കൊരു 50-70 റൺസ് സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും. അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. കാരണം വേറെ ആൾക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും അവിടെ. ഇപ്പൊ ചവിട്ടി കഥ ശ്രമിച്ചാൽ പോലും നല്ലൊരു പ്ലെയറിന്റെ പേരിൽ നിൽക്കുകയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം വരും. അത് മുതലെടുത്ത് സഞ്ജു വന്നാൽ പൊളിക്കും. എന്തെങ്കിലും അച്ഛനെ പറയാൻ മതി. അച്ഛൻ ഉണ്ടാക്കുന്നത് നല്ലത്. പണ്ട് യുവരാജിന്റെ ഫാദർ വന്ന് ധോണിക്കെതിരെ പറഞ്ഞു അവസ്ഥ. വെറുതെ അതിന്റെ ആവശ്യത്തിന് അതൊന്നും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ ഫ്രസ്ട്രേഷൻ ആണത്. അത് നമ്മളാണ് കളിച്ചപ്പോ ആരാലും വരും. ഫ്രസ്ട്രേഷൻ ആണ്. കാരണം അത് നഷ്ടപ്പെട്ടതിന്റെ വേദന നഷ്ടപ്പെട്ടവനെ ഉണ്ടാവുള്ളൂ. അത് അതിന്റെ പെയിനാണ്. സെഞ്ചുറി ഇങ്ങനെ വരല്ലേ, 3 സെഞ്ചുറി അടിച്ചു വന്ന്. അപ്പൊ ചോദിച്ചാൽക്കൂല. സഞ്ജു വീണ്ടും നമുക്ക് സംതൃപ്തി തന്നിരിക്കും. എനിക്കതാ പറയാനുള്ളത്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സഞ്ജുവിന്റെ കളി കാണുമ്പോൾ. ഇന്ത്യൻ ടീമാണ്, ഇന്ത്യ ജയിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മലയാളി രീതിയിൽ എന്താ അറിയില്ല, പ്രത്യേക താല്പര്യം സഞ്ജുവിന്റെ അടുത്ത് എനിക്ക് പേഴ്സണലി ഉണ്ട്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നോക്കാം ഇനി ODI സീരീസിൽ എടുക്കുമോ, എടുത്താൽ തന്നെ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത് വെയിറ്റ് ആൻഡ് സീ. യെസ്.